ഇരുളടഞ്ഞ ആ തെരുവിൽ തണുത്ത സിമൻ്റ് തറയിൽ ചുരുണ്ടിരുന്ന ഫാത്തിമ ഉമ്മ കരഞ്ഞു. അവരുടെ കൺമുന്നിൽ നിന്നും ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ മകൻ അഷ്റഫ് നടന്നു പോവുകയാണ്. എനിക്കിനി നിങ്ങളെ നോക്കാൻ വയ്യ, നിങ്ങളൊരു ഭാരമാണ്. അവൻ്റെ വാക്കുകൾ ഫാത്തിമ ഉമ്മയുടെ ഹൃദയത്തിലും തറച്ചു. 70 വയസ്സുള്ള ഫാത്തിമ ഉമ്മയ്ക്ക് ഭർത്താവ് മരിച്ച ശേഷം അഷ്റഫ് മാത്രമായിരുന്നു ആശ്രയം. അവന് നല്ല ജോലി കിട്ടിയപ്പോൾ താൻ അവനൊരു ബാധ്യതയായി മാറിയെന്ന് ഉമ്മ അറിഞ്ഞിരുന്നില്ല. അന്നു മുതൽ ആ തെരുവ് ഫാത്തിമ ഉമ്മയുടെ വീടായി. ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് അവർ ആളുകളുടെ ദയവിനെ ആശ്രയിച്ചു. ഓരോ ദിവസവും അവർ മകൻ്റെ മുഖം ഓർത്തു, അവൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വർഷങ്ങൾക്ക് ശേഷം വിധി ഒരു വിലങ്ങുതടിയായി. വർഷങ്ങൾ കടന്നുപോയി. അഷ്റഫിൻ്റെ ജീവിതം ആഡംബരപൂർണ്ണമായിരുന്നു. എന്നാൽ അവൻ്റെ സമ്പാദ്യത്തിനനുസരിച്ച് അഹങ്കാരവും വളർന്നുകൊണ്ടേയിരുന്നു. ബിസിനസ്സിലെ പങ്കാളികളെ വഞ്ചിക്കുകയും നിയമങ്ങളെ തെറ്റിക്കുകയും ചെയ്തുകൊണ്ട് അവൻ ദൂർത്തടച്ചു. ഒരു ദിവസം അവൻ്റെ അവിഹിത ഇടപാടുകൾ പുറത്തു വന്നു. ഒറ്റ രാത്രി കൊണ്ട് അഷ്റഫിൻ്റെ ജീവിതം തകർന്നു. സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു. പോലീസ് കേസിൽപ്പെട്ടു. അപ്പോഴാണ് അവനെ സഹായിക്കാൻ ആരുമില്ലെന്ന് അവൻ മനസ്സിലാക്കിയത്. ഭാര്യയും മക്കളും അവനെ എന്നേ ഉപേക്ഷിച്ചു പോയിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായനായി തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ അവനുണ്ടായി. അവൻ്റെ ശരീരവും മനസ്സും തളർന്നിരുന്നു. ഒടുവിൽ അഷ്റഫ് വീണ്ടും തൻ്റെ പഴയ നഗരത്തിലേക്ക് മടങ്ങി. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് ഒരു പഴയ പള്ളിമുറ്റത്തേക്ക് അവനിരുന്നു. അവിടെ കുറച്ച് ദൂരെയായി കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് കയ്യിലൊരു ഭിക്ഷപാത്രവുമായി ഇരിക്കുന്ന ഒരു വൃദ്ധയെ അവൻ കണ്ടു. മുഖം നിറയെ ചുളിവുകളുണ്ടെങ്കിലും ആ കണ്ണുകളിലെ വാത്സല്യം അഷ്റഫിന് പരിചിതമായി തോന്നി. അവൻ്റെ മനസ്സ് പെട്ടെന്നൊരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അത് ഫാത്തിമ ഉമ്മയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവൻ തെരുവിൽ ഉപേക്ഷിച്ചു പോയ തൻ്റെ സ്വന്തം ഉമ്മ. അഷ്റഫ് അടുത്തേക്ക് ചെന്നു. ഉമ്മ. അവൻ്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. വൃദ്ധയുടെ മുഖം ഉയർന്നു. പെട്ടെന്ന് ആ മുഖത്തെ പരിഭ്രമവും സങ്കടവും നിഴലിച്ചു. അവർ ഞെട്ടിപ്പോയി. വർഷങ്ങൾക്കിപ്പുറം തൻ്റെ മകൻ ഭിക്ഷക്കാരനെ പോലെ അവശനായി തളർന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം മകനെ അവൻ്റെ അവസ്ഥ കണ്ട് ഉമ്മ ഞെട്ടി. ഒരു കാലത്ത് താൻ അഭിമാനം കൊണ്ട മകൻ്റെ ഇന്നത്തെ രൂപം കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. വിധി നൽകിയ പാഠം. വിശന്ന അവശനായ മകനെ കണ്ട് ഉമ്മയുടെ വാത്സല്യം ഉണർന്നു. ഉപേക്ഷിച്ചതിൻ്റെ ദേഷ്യമോ സങ്കടമോ ഒന്നും ആ മുഖത്തുണ്ടായിരുന്നില്ല. തൻ്റെ ഭിക്ഷപാത്രത്തിലുണ്ടായിരുന്ന കുറച്ച് പഴകിയ റൊട്ടി കഷ്ണം ഉമ്മ അവന് നേരെ നീട്ടി. മോനെ, ഇത് കഴിക്കി, നീ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. അഷ്റഫിന് ഉമ്മയുടെ കയ്യിലെ ഭക്ഷണം വാങ്ങാൻ കഴിഞ്ഞില്ല. അവനുമ്മയുടെ കാൽക്കൽ വീണു. ഉമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പടച്ചോൻ എനിക്ക് തന്ന ശിക്ഷയാണിത്. ഞാൻ നിങ്ങളെ... ഫാത്തിമ ഉമ്മ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ്റെ തലയിൽ വാത്സല്യത്തോടെ തലോടി. മോനെ, ഞാൻ നിനക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം ഒരു നാൾ നിനക്ക് നല്ല ബുദ്ധി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ചെയ്തതൊന്നും ഞാൻ ഓർക്കുന്നില്ല. എനിക്കെൻ്റെ മകനെ തിരിച്ചിട്ടിയാൽ മതി. അഷ്റഫ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അന്നു മുതൽ ആ തെരുവിൽ ഉമ്മയും മകനും ഒന്നിച്ചു. പിൻകാലത്ത് ചെറിയ ജോലികൾ ചെയ്ത് കിട്ടിയ വരുമാനം കൊണ്ട് അഷ്റഫ് ഉമ്മയെ സംരക്ഷിച്ചു. വിധി തങ്ങൾക്ക് നൽകിയ പാഠം കൊണ്ട് അവർ ശേഷിച്ച കാലം പരസ്പരം താങ്ങും തണലുമായിട്ട് ജീവിച്ചു. നന്മയുടെയും വാത്സല്യത്തിൻ്റെയും ഉറവിടമായ അമ്മയെ മറന്ന മകന് വിധി തിരിച്ചറിവുണ്ടാക്കി കൊടുത്ത ഒരു കഥയായിരുന്നു നിങ്ങൾ കേട്ടത്. പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം, അല്ലേ?